ജേക്കബ് ജോർജ് അതൊരു ബോണസാണ്. കാരണം ഒന്നും കിട്ടാത്തെടുത്ത സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടുന്ന സ്ഥാനത്ത് അതിൽ അല്പം കൂടി കൂടുതൽ കിട്ടിയാൽ അതൊരു ബോണസ് എന്ന രീതിയിൽ. അതാണല്ലോ എം പി ഗോവിന്ദൻ പറഞ്ഞത്, മൂന്നാം ഭരണത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമെന്ന്, അല്ലേ? അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ നേതൃത്വവും ആഗ്രഹിക്കുന്നതും. ചെറിയൊരു ചായ്വ് മതി. അതാണ് സാറേ, തീർച്ചയായിട്ടും അതാണ് ഗോകുമാർ സാർ വ്യത്യാസം. കാരണം നേരത്തെ സാർ ഞങ്ങൾ പേഴ്സണായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് 13% വരും നായർ സമുദായം. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ ജനസംഖ്യ. ഇതിൻ്റെ സാറ് പറഞ്ഞതുപോലെയല്ല, പകുതി എന്ന് കൂട്ടാം. ഒരു 5400 കരയോഗങ്ങൾ. അതെ, NSSന് എല്ലാം കൂടി 5400 കരയോഗങ്ങൾ. അതെ, ഇതിൻ്റെ അകത്ത് ഒരു 2200 നായർ സമുദായങ്ങൾ മുഴുവനും NSS ഇല്ല. അതൊക്കെ പോട്ടെ. ഈ സംഘടിതമായിട്ട് നിൽക്കുന്ന സമുദായത്തിൽ 2230ഓളം കരയോഗങ്ങൾ ഏറെക്കുറെ BJP ലൈനാണ്. അതാണ് ഞാൻ ഭാരവാഹികൾ. ഞാൻ പറഞ്ഞല്ലോ, BJP ആണ്. ബാക്കിയുള്ളത് BJP ഇതിനകത്ത് ഒന്നും മിണ്ടാതെ മാറി നിൽക്കും. കാരണം ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്ന് വെച്ച് അത് എന്തായാലും CPM-ലേക്ക് പോകില്ല, LDF-ലേക്ക് പോകില്ല. ഇല്ല, അത് പക്ഷേ BJP വിചാരിക്കണം, NSS അങ്ങനെ അങ്ങ് വോട്ടെടുക്കത്തില്ല. ഇവൻ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലേ BJP വോട്ട് കൊടുക്കൂ. അല്ല, BJPക്ക് ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നായർ വോട്ട്സ് ഗണ്യമായിട്ട് BJP വരും. പക്ഷേ അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വയ്യാത്തിടത്തോളം കാലം BJPക്ക് അത്ര കണ്ട് വോട്ട്, ഈ പറയുന്ന BJP മൈൻഡഡ് ആയിട്ടുള്ള നായന്മാരുടെ വോട്ട് മുഴുവനും കിട്ടണം എന്നില്ല. അവർക്ക് സെക്കൻഡ് ചോയ്സ് ഉണ്ട്, ഒരു പക്ഷേ തേർഡ് ചോയ്സും കാണും, അങ്ങോട്ടേക്ക് പോകും. വട്ടിയൂർക്കാവ് ഉദാഹരണമല്ലായിരുന്നു ബൈ ഇലക്ഷൻ. തീർച്ചയായിട്ടും അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അത് കഴിഞ്ഞ തവണ ഔദ്യോഗികമായിട്ട് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയിട്ടും അവിടെ പ്രശാന്തല്ലേ ജയിച്ചത്. അതെ തന്നെ. പക്ഷേ അതുപോലെ തന്നെ സുകുമാരൻ നായർ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനോട് പിന്തുണ കൊടുത്തു. ശശി തരൂരിന് സമ്പൂർണ്ണമായി പിന്തുണ കൊടുത്തു. അപ്പോൾ തിരുവനന്തപുരത്തെ സംഗീത് കുമാർ, NSSൻ്റെ നേതാവ്, അദ്ദേഹം ഒരു BJP ലൈൻ എടുത്തപ്പോഴേ സുകുമാരൻ നായർ നേരിട്ട് ഇടപെട്ടിട്ട് NSS കരയോഗങ്ങളെയൊക്കെയും സംഘടിപ്പിച്ച് അലേർട്ട് ചെയ്തിട്ട് ശശി തരൂരിന് അനുകൂലമായിട്ട് തിരിച്ചു. അതിനുള്ള ശേഷിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത്, NSS ഒരു രാഷ്ട്രീയ ശക്തിയല്ല, ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല. പക്ഷേ NSSന് രാഷ്ട്രീയം കളിക്കാനറിയാം. അത് പ്രത്യേകിച്ച് സുകുമാരൻ നായരാണെങ്കിലും PK നാരായണപ്പണിക്കർ സാറാണെങ്കിലും ഒക്കെ അത് അവരുടേതായ നിലയിൽ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നാമജപ ഘോഷയാത്ര. നേരത്തെ പറഞ്ഞ അല്ല, അന്നത്തെ നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് പോലും UDF നിലപാടെടുത്തത്. BJPയും ശരിയാണ്, BJP പ്രക്ഷോഭ രംഗത്തേക്ക് ശ്രീധരൻ നായർ പറഞ്ഞതേ, ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കണ്ടിരിക്കുന്നു. അത് കാണിച്ചു കൊടുത്തത് ശ്രീധരൻപിള്ള. അതെ, അത് കാണിച്ചു കൊടുത്തത് സുകുമാരൻ നായരാണ്, NSS ജനറൽ സെക്രട്ടറിയാണ്. നാമജപ ഘോഷയാത്രയ്ക്ക് വനിതകൾ വരിവരിയായിട്ട് വന്ന് പന്തളത്ത് വന്നിട്ട് സത്യാഗ്രഹം നടത്തുകയാണ്. അത് കണ്ടപ്പോൾ ഇതൊരു അപാര സാധ്യതയാണ്. അന്നത്തെ ആ നാമജപ ഘോഷയാത്രയും പിന്നെ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ എടുത്ത നിലപാടും, ആ നിലപാട് മാറ്റുവാൻ, ഇപ്പോൾ ഏത് നിലപാട് മാറ്റുമ്പോഴും അത് ബോധ്യപ്പെടുത്തണമല്ലോ. അതിപ്പോൾ സമുദായാംഗങ്ങളെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നിലപാട് മാറ്റുകയാണെങ്കിൽ തങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തണം. ഇത് സുകുമാരൻ നായർക്ക് അതിന് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ പിന്തുണ നൽകുന്നു? 2018 അങ്ങനെ ആയിരുന്നില്ല, തുടർകാലങ്ങളിലും ഇതേ രീതിയിൽ വന്നതാണ്. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാർ തെറ്റായ നിലപാടാണ് എടുത്തത് എന്ന് ആവർത്തിച്ച് പറയുന്ന സുകുമാരൻ നായരും NSSും എന്തുകൊണ്ട് ഈ സമയത്ത് നിലപാട് മാറ്റി എന്നുള്ളത്? ഈ സമയത്ത് ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? ഞാൻ കാണുന്നത്, ഇതിനകത്ത് പിണറായി വിജയൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നേതാവൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്, നേതാവ് എന്ന സ്ഥാനത്തിന് പല മാനങ്ങളുണ്ട്. അദ്ദേഹം സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഒരാളാണ്. ക്രിസ്ത്യൻ സമുദായത്തെയും ഇപ്പോൾ നോക്ക്, മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് എന്തിൻ്റെ പേര് പറയും? SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പേര് പറഞ്ഞ് മുസ്ലിം ലീഗിനെ പരസ്യമായിട്ട് അങ്ങ് എതിർക്കുകയാണ്. അത് മുസ്ലിം സമുദായത്തിനോടുള്ള എതിർപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലും വേറൊരു സാധ്യതയായിട്ടാണ് കാണുന്നത്. കേരളത്തിലെ വേറൊരു തരത്തിലുള്ള സാമൂഹിക ധ്രുവീകരണം തന്നെയാണ് പിണറായിയുടെ ലക്ഷ്യം. അതായത് ഹിന്ദു വോട്ടുകളിലേക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കോട്ടയത്തെ മന്ത്രി വാസവനും ഒരു പങ്കാളിയായിട്ടുണ്ട്. വാസവനാണ് ഇതിനകത്ത് മധ്യസ്ഥനായിരുന്നത്. അത് മാത്രമല്ല, അത് സുകുമാരൻ നായർ പറയുകയും ചെയ്തു. മന്ത്രി VN വാസവൻ
നേരിട്ട് കണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണെന്ന്. ആ ഉറപ്പ് എന്താണെന്നാണ് ഇപ്പോൾ NSSൽ ഇപ്പോൾ വിഘടിച്ച് നിൽക്കുന്നത്. ജി സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം വിഘടിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കണയന്നൂരിലെ കാര്യം പറഞ്ഞു, അതുപോലെ ഈ ബാനർ ഉയർത്തുന്നവരുണ്ടല്ലോ. അവരൊക്കെ പറയുന്ന കാര്യം എന്താണ് ഉറപ്പ് എന്ന്, അല്ലാതെ ചെവിയിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങളെയും അറിയിക്കണമെന്നാണ്. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെ കാണുന്നു ജി സുകുമാരൻ നായരുടെ ഈ നിലപാടിനെ? എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല മഞ്ജുഷ. എന്താ വെച്ചാല് കാര്യം ഇവർക്കിന്നും ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് സ്ഥായിയായ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു നിലപാടുമുള്ള ഒരു കൂട്ടരല്ല NSS. ഒരു നിലപാടും അവർക്കുള്ളതല്ല. ഇപ്പൊ 2018 ശബരിമല ഇഷ്യൂവിനെ തുടർന്ന് ആ സംഭവത്തില് അവർ അന്ന് സർക്കാരിനെ ശക്തമായി എതിർത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ടല്ലോ. 5 വർഷം കൂടിയിരിക്കുമ്പോൾ LDF, 5 വർഷം കൂടിയിരിക്കുമ്പോൾ UDF, 5 ഈ പോക്ക് പോകുന്ന ആ ഒരു ഇത് അന്ന് കേരളത്തിൽ ഉയർന്ന ആ ഒരു വികാരമുണ്ടായിരുന്നു. അങ്ങനെ ഇനിയും വരാൻ പോകുന്ന സർക്കാർ തീർച്ചയായിട്ടും UDFന്റെ തന്നെയായിരിക്കും, LDFന്റെ കാലം തൽക്കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി എന്ന് ചിന്തിച്ച് UDFന്റെ കൂടെ കൂടാനും അങ്ങനെ എടുത്ത ഒരു നിലപാടാണ്. പക്ഷെ അന്ന് UDF നിലപാടെടുക്കുന്നതിനേക്കാൾ മുമ്പ് NSS എടുത്തിരുന്നു ശ്രീ ഷാബു പ്രസാദ്. അതായത് ഭൂരിഭാഗം, അതായത് ഒരു 99% ഏറെ വരുന്ന NSS അംഗങ്ങൾ ഇതിനോടൊപ്പമാണ്, അതായത് യുവതീ പ്രവേശനത്തിനെതിരാണ് എന്ന് കണ്ടുകൊണ്ട് NSS എടുത്തൊരു നിലപാടല്ലേ അത്? അത് മാത്രമല്ല അതേസമയം ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ സാഹചര്യം അതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ് മഞ്ജുഷേ. അന്ന് ഈ LDFനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു കേരളത്തിന്റെ ആ ഒരു രാഷ്ട്രീയ സ്വഭാവം ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇവിടെ ഈ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ പോലെ കാര്യം NSS ആണ് പന്തളത്തെ ഈ വലിയ ആ ഭക്തജന സംഘം സംഘടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിത്തിരി അതിവായനയാണ് സാറേ. ഞാൻ പന്തളത്തുകാരനാണ്, ഞാൻ പന്തളം സ്വദേശിയാണ്, ഞാൻ തിരുവല്ലക്കാരനാണ്. എനിക്കറിയാം. ആയിക്കോട്ടെ, അല്ല ഞാൻ പ്രോപ്പർ പന്തളമാണ്, പന്തളത്തിന്റെ ഹൃദയത്തിലുള്ള ജനിച്ചു വളർന്നവനാണ് ഞാൻ. തിരുവല്ല ഒരു 25 കിലോമീറ്റർ അപ്പുറത്താ. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊരു സംസ്കാരമാണ്. എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് അവിടെ അത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായതെന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടെ നിന്ന് സുകുമാരൻ നായർ ആഹ്വാനിച്ചത് കൊണ്ടൊന്നും അല്ല പന്തളത്ത് അത്ര വലിയ ജനക്കൂട്ടം. അന്ന് NSS ആയിരുന്നില്ലേ നാമജപ ഘോഷയാത്ര? അത് ശരിയല്ല. അതിനെയാണല്ലോ പിന്നെ തെറി ഘോഷയാത്ര എന്ന് ഇടതുമുന്നണി വിശേഷിപ്പിച്ചത്. തെറി ഘോഷയാത്ര എന്നായിരുന്നു അതിനുള്ള ആക്ഷേപം. NSS അതിനൊപ്പം നിന്നു എന്നുള്ളത് സത്യം. അല്ല, അത് BJP ഏറ്റെടുക്കുമായിരുന്നു ഷാബു പ്രസാദ്. ഷാബു സാർ, അത് താങ്കൾക്ക് അതിൽ ഭൂരിഭാഗവും BJP അനുഭാവികളാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അത് NSS സംഘടിപ്പിച്ചതായിരുന്നില്ലേ? പിന്നെ NSS അല്ലാതെ സംഘടിപ്പിച്ചത്, NSS അതിനൊപ്പം നിന്നു. അവിടെ